ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവർദ്ധനെ വിളിച്ച് ബാലേട്ടൻ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും തൻ്റെ മകൻ നിരപരാധിയാണെന്ന് പുറം ലോകത്തെ അറിയിക്കണമെന്നാണ് അവിടെ നിന്ന് അവർ രണ്ടുപേരും പറയുന്നത്. അപ്പോൾ ബാലേട്ടനാണെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഗോവർദ്ധൻ കേൾക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോഴേക്കും അലീന പറഞ്ഞൊരു വിവരം മാത്രമേ നമുക്ക് അറിയുള്ളൂ എന്നും പറഞ്ഞു. പത്രസമ്മേളനം വിളിക്കണം, പോലീസിനോട് പറയണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമ്മളിതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവുമോ എന്നിങ്ങനെ ഗോവർദ്ധൻ ചോദിക്കുക. എന്തുകൊണ്ട് ശരിയാവില്ല, അത് ശരിയാകാതിരിക്കാൻ എന്താണെന്നൊക്കെ ചോദിച്ചു. നമ്മുടെ കൊച്ചിന് നമുക്കങ്ങനെ ചുമ്മാ വിട്ട് കളയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം. അല്ല, അലീന പറഞ്ഞതനുസരിച്ച് നമ്മളിനി അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകാനുള്ള സാധ്യതയില്ലേന്ന് ഗോവർദ്ധൻ ചോദിച്ചു. പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നതെന്ന് ചോദിച്ചു. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചത് അലീനയല്ലേ ബാലേട്ടാ. എല്ലാവരും പോകരുതെന്ന് പറഞ്ഞപ്പോഴും അവളുടെ സ്വന്തം തീരുമാനത്തിന് പോയി ഈ കാര്യങ്ങൾക്കെല്ലാം തീരുമാനം ഉണ്ടാക്കി. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും അലീനയ്ക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ് നല്ലതെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. ഇത്രത്തോളമൊക്കെ ചെയ്ത അലീന ബാക്കിയും കൂടി അവളങ്ങ് ചെയ്യട്ടെ. ആരോടും ഈ കാര്യം ഒന്നും പറയണ്ട, വീട്ടുകാരോടും നാട്ടുകാരോടും ആരോടും പറയണ്ട. അലീന ഇതിന് ബാക്കി തീരുമാനം ഉണ്ടാക്കും, അത് ഉറപ്പായ കാര്യമാണെന്നും പറഞ്ഞ് ഗോവർദ്ധൻ ഇങ്ങനെ ബാലനോട് പറയാം. അപ്പം നീയും പറയുന്നത് അലീന പറയുന്നത് പോലെ തന്നെയാണോ എന്ന് ചോദിച്ചു. അതല്ലേ ബാലേട്ട അതിൻ്റെ ശരിയെന്ന് ഗോവർദ്ധൻ ബാലനോട് ചോദിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പിന്നെ അലീനയെ വിളിക്കുക ബാലൻ. അലീനയെ വിളിച്ചിട്ട് അലീനയോട് ബാലൻ സംസാരിക്കുകയാണ്. നീ അവിടെ ചെന്ന് അവളുമായിട്ട് സംസാരിച്ച് ഇത് കോടതിയിൽ പറയണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അലീന പറഞ്ഞു, അച്ഛൻ ഞാനത് എങ്ങനെ പറയും, എനിക്കത് അവളോട് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ അവിടെ ചെന്നതും അവളോട് കാണിച്ച സഹനവും അല്ലെങ്കിൽ അവളോട് കാണിച്ച മര്യാദയും അവളെ ആശ്വസിപ്പിച്ചതൊക്കെ വെറുതെ ആയി പോവില്ലേ? ഞാനൊരു ഏജൻ്റായി ചെന്നു എന്നല്ലേ അവർ കരുതുള്ളൂ. അവളോട് ഞാൻ കാണിച്ചതെല്ലാം വെറും രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നാടകമാണെന്ന് അവർ കരുതില്ലേ അച്ഛാന്ന് ചോദിച്ചു. അവരെങ്ങനെ കരുതിയാലും നമുക്കെന്താ? നീ എന്തിനാ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്? നിന്നോട് ഇത്രയും പറഞ്ഞ അവളെ കൊണ്ട് കോടതിയിൽ ഈ സത്യം പറയിക്കാൻ നിന്നെക്കൊണ്ട് പറ്റില്ലേ എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ ഞാൻ അച്ഛനോട് പറഞ്ഞതെന്ന് അലീന ചോദിക്കാം. എനിക്കിനി ഒരു കാരണവശാലും അവളെ പ്രഷർ ചെലുത്താനോ അവിടെ ചെന്ന് ഈ കാര്യം പറയാനോ കഴിയില്ല. ഇപ്പം തന്നെ അവൾ എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങൾ അവൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ എന്നെ ഇനി അവിടെ അടുപ്പിക്കരുതെന്ന് പറഞ്ഞ് വന്നിട്ടും ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ എനിക്ക് അവിടെ പോയി ഇത് പറയാൻ പറ്റില്ല അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴുള്ള നമ്മുടെ മുന്നിലെ വഴി പോലും അടഞ്ഞു പോകുമെന്നുള്ള കാര്യവും അലീന മാന്യമായി ബാലനോട് പറയുവാണ്. പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു രീതിയിൽ പറയുമ്പോൾ നമുക്ക് നോക്കാം അച്ഛാ, എന്താണ് മാർഗം എന്ന് നമുക്ക് നോക്കാം. അച്ഛൻ ധൈര്യമായിട്ട് ഇരിക്കുന്നു പറഞ്ഞ് അലീന ഇങ്ങനെ ബാലനെ സമാധാനിപ്പിക്കുകയാണ്. ബാലന് പക്ഷെ സമാധാനിക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനു ബാലനെ വിളിക്കുന്നത്. ബാലനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ മനുവായിട്ട് സംസാരിക്കുമ്പോൾ അലീന പറഞ്ഞതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുവാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം അലീന പറഞ്ഞതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല എന്ന രീതിയിൽ ബാലൻ പറഞ്ഞപ്പം അലീന പറഞ്ഞത് തന്നെ ആയിരിക്കും അങ്ങളെ ശരിയെന്ന് മനു പറയാം. കാരണം ഒരിക്കലും അലീന അവരെ പ്രഷർ ചെലുത്താൻ വേണ്ടി ചെന്നതല്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെയും കൂടി കേട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അവർ നമ്മൾ പറയുന്നതൊന്നും വിശ്വസിക്കില്ല, അല്ലെങ്കിൽ അലീന പറയുന്നത് വിശ്വസിക്കില്ല. ആ പെൺകുട്ടി പറയുന്നത് മാത്രമേ നാളെ സമൂഹമാണെങ്കിലും വിശ്വസിക്കുകയുള്ളൂ എന്ന കാര്യമൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുമോ. അപ്പോൾ അതൊക്കെ കേട്ട് മനു ഇങ്ങനെ പറയുന്നതെല്ലാം മനസ്സിലാക്കി ബാലൻ ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഫോൺ എടുത്ത് നമ്മുടെ മനു അലീനയെ വിളിക്കുന്നു. ഹലോ മനുവേട്ടാന്ന് പറഞ്ഞു. അലീന ഫോൺ എടുത്തു. അലീന എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു. എന്താ മനുവേട്ടാ? മനുവേട്ടൻ എന്തൊക്കെയുണ്ട്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനുവേട്ടൻ അറിയില്ലേ എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ബാലനങ്ങളെ വിളിച്ചായിരുന്നു. അച്ഛൻ എന്താ പറഞ്ഞേ? നീ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. അല്ല അലീന, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിനക്ക് ആ പെൺകുട്ടിയെ കണ്ട് ആരും അറിയാതെ ഒന്ന് ചോദിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ മനുവേട്ടൻ എന്താ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾക്കാർക്കും മനസ്സിലാവാത്തതാണോ അതോ നിങ്ങളൊന്നും മനസ്സിലാകാത്തതുപോലെ നടിക്കുന്നതാണോ എന്ന് അലീന ചോദിച്ചു. നീ എന്താ അങ്ങനെ പറഞ്ഞത്? മനുവേട്ട, ഞാൻ ശരണ്യയെ കാണാൻ പോയത് രോഹിത്തിന് നിരപരാധിയാണെന്നോ അല്ലെങ്കിൽ രോഹിത് ഇതിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നൊന്നും അറിഞ്ഞുകൊണ്ടല്ല. ഒരിക്കലും ഞാൻ ആ പ്രതികൾക്ക് വേണ്ടിയല്ല ശരണ്യയെ കാണാൻ പോയത്. അവളെ പുതിയൊരു ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് മനു അന്നേരം ചോദിച്ചു. അതൊക്കെ അറിയാവുന്ന മനുവേട്ടൻ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക എന്ന് അലീന തിരിച്ച് ചോദിക്കുക. ഞാനിപ്പോൾ ശരണ്യയുടെ വീട്ടിൽ ചെന്ന് രോഹിത്തിന് വേണ്ടി സംസാരിച്ചാൽ ഞാൻ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി പോകില്ലേ എന്ന് അലീന ചോദിക്കുക. ഞാൻ അവിടെ ചെന്നത് അവളെ ആശ്വസിപ്പിക്കാനല്ല, മറിച്ച് അവളെ എഴുന്നേൽപ്പിച്ച് രോഹിത്ത്
രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടി ചെന്നതാണെന്നല്ലേ അവർ കരുതുകയുള്ളൂ. ഇപ്പം തന്നെ എത്ര പേരിൽ ഈ അവൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാകുമെന്നും അവരെല്ലാം അവളെ ഈ രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാകും എന്നും നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ മനുവേട്ട. ഞാനും മനുവേട്ടനും അപ്പോൾ നീ പോകുന്ന കൂട്ടത്തിൽ ഞാനും വരാം എന്നുള്ള രീതിയിൽ മനു പറയുമ്പം നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് കയറി ചെന്നാൽ ശരണ്യെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ചെന്ന ഏജൻറ്റുമാരായിട്ട്, അതായത് രോഹിത്തിനെയൊക്കെ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ചെയ്യുന്ന ഏജൻറ്റുമാരായിട്ടാണ് അവരെല്ലാവരും നമ്മളെ കാണുകയുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്ത് വില അവിടെ ഉണ്ടാകാൻ പോകുന്നത്? അത് മനുവേട്ടൻ ചിന്തിച്ചോ എന്ന് ചോദിച്ചു. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായി പോകും. ഇപ്പോഴുള്ള നമ്മുടെ സാധ്യതകൾ കൂടി നശിച്ചു പോകത്തേ ഉള്ളൂ. നമുക്ക് അതിനപ്പുറം മറ്റെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടതെന്നും അത് ആർക്കും ദോഷം വരാത്ത രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ നീക്കാനെന്നും അലീന മാന്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അലീന അത് പറയുന്നത് കേട്ടപ്പോൾ മനുവിന് അത് ശരിയാണ് എന്ന് തോന്നി. അലീനയെ പറഞ്ഞത് ഓക്കെ, ആ ഒരു രീതിയിൽ എടുക്കാമെന്നും മനു ഇങ്ങനെ തീരുമാനിക്കുന്നു. എന്നിട്ട് അലീനയായിട്ട് സംസാരിച്ചു ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വക്കീൽ ഓഫീസിലേക്ക് പോയി. അപ്പോൾ വക്കീൽ ഓഫീസിൽ പോയിട്ട് വക്കീലിനോട് സംസാരിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ വക്കീലിനെ കണ്ട് സംസാരിക്കാൻ പോകുന്ന ഈ ഒരു സമയം അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ. അച്ഛൻ ഇനി പോയി എന്നെല്ലാം ഒപ്പിച്ച് വെച്ച് വരും, എന്തായിരിക്കും ഇനി ഇതിൻ്റെ പിറകിൽ വരാൻ പോകുന്നതെന്ന് ഓർത്ത് അലീനയ്ക്ക് ഭയങ്കര ടെൻഷൻ. ആ സമയത്ത് അലീനയാണെന്നുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ കോൾ എടുത്തു. ഹലോ അച്ഛനിത് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ ദേ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അച്ഛൻ എവിടെ പോയതാണെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാമെന്ന് അലീനയോട് ബാലൻ പറയുക. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻ വീട്ടിലേക്ക് വന്നു. ബാലൻ വീട്ടിലേക്ക് വന്ന സമയത്ത് അപ്പോൾ അലീനയോട് ശരണി വിവരങ്ങളെല്ലാം നമ്മുടെ ബാലൻ വക്കീലിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ വക്കീൽ അലീനെ കാണാനായിട്ട് വരാമെന്നും സമ്മതിച്ചിരുന്നു. ബാലൻ ഇങ്ങനെ വന്നു. ബാലൻ വന്നു കഴിഞ്ഞപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിൽ അച്ഛനിത് എവിടെ പോയത് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വക്കീൽ ഓഫീസ് വരെ പോയതാണെന്നും ഈ ഒരു കാര്യം വക്കീലിനോട് സംസാരിക്കാൻ പോയതാണെന്നൊക്കെ പറഞ്ഞു. അച്ഛൻ എന്തിനാ ഇങ്ങനെ എടുത്തുചാടി ഓരോന്ന് ചെയ്യുന്നതെന്ന് ചോദിക്കുക. ഇത് എടുത്തുചാട്ടമാണോ അലീന? എൻ്റെ മകന് വേണ്ടി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യണ്ടേന്ന് ചോദിച്ചു. അച്ഛൻ അങ്ങനെ ചെയ്യേണ്ടെന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ എന്ന് അലീന പറയുക. അപ്പോൾ ബാലനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അലീന ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പം. വക്കീൽ എന്തായാലും ഇപ്പോൾ ഇങ്ങോട്ട് വരും, നീയായിട്ട് സംസാരിക്കപ്പം എന്താണോ ശരണ്യ നിന്നോട് പറഞ്ഞത് നീ വക്കീലിനോട് പറയണമെന്ന് പറഞ്ഞു. അച്ഛാ എനിക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ രോഹിത്തിനെ നമുക്ക് രക്ഷിച്ചെടുക്കാനുള്ള ചെറിയൊരു അവസരം പോലും നമ്മളായിട്ട് പാഴാക്കി കളയരുത്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ ബാലനോട് പറയാം. എന്തായാലും നീ വക്കീലുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വക്കീൽ വന്നു. അലീനയും വക്കീലും അതുപോലെ ബാലനും കൂടി ഇരുന്ന് സംസാരിക്കുവാണ്. അപ്പോൾ അലീനയോട് വക്കീൽ വിവരങ്ങളൊക്കെ ചോദിക്കുക, എന്താണ് കുട്ടിയോട് അവർ പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തൊട്ട് ആദ്യം അലീന ചെന്നപ്പോൾ അവർ തീ കൊളുത്താൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ അലീന പറയുകയാണ്. അവിടുന്ന് തലനാരിഴയ്ക്കാണ് താൻ രക്ഷപ്പെട്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ വക്കീൽ പറഞ്ഞു, ഈ കുട്ടി ഇത്രയും വലിയൊരു റിസ്ക് എടുത്ത് അവിടെ പോയതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടായത്, അല്ലെങ്കിൽ ഒരിക്കലും ആരും ഇത് അറിയാൻ പോകുന്നില്ല. നിങ്ങളുടെ മകൻ തെറ്റുകാരനാണെന്ന് എല്ലാവരും വിധിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോകും, അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേനെ എന്ന കാര്യമേ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലന് ഭയങ്കര ഒരു ഇതുപോലെ. അപ്പോൾ അത് തന്നെയാണ് സാർ ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് അവിടെ ചെന്ന് എന്തെങ്കിലും രീതിയിൽ ആ കുട്ടിയോട് സംസാരിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ സാറും ഇങ്ങനെ തന്നെയാണോ പറയുന്നതെന്ന് ചോദിച്ചു. അവൾ എന്നോട് ആ സമയത്ത് അത് പറഞ്ഞെങ്കിലും ഇനി ഞാനത് ചോദിച്ചാൽ അവളത് പറയണമെന്നില്ല. കാരണം അവളോടിപ്പോൾ അവൾ എന്നോടിത് പറഞ്ഞതിപ്പോൾ അവളുടെ വീട്ടുകാരെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും, അവർക്ക് ഇതുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവും. അവരെല്ലാവരും വന്ന് ശരണ്യെ ഓരോരുത്തരായി ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാവും. അത് 100% ഉറപ്പുള്ള കാര്യമാണെന്ന കാര്യം പറയുക കേട്ടോ ഈ വക്കീലിനോട് അലീന. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അവളെ ഇതിൻ്റെ പേരിൽ രോഹിത് നിരപരാധിയാണ് എന്ന് കോടതിയിൽ അവൾ പറയണം എന്ന രീതിയിൽ പ്രഷർ ചെലുത്താൻ പറ്റത്തില്ല എന്നുള്ള കാര്യം തീർത്തു പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ഉറപ്പായും നമ്മൾ രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുകയാണെന്നും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെന്നതെന്നും അവരെല്ലാവരും കരുതും, അവരെല്ലാവരും പറയുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഉള്ള ഈ ഒരു അവസരം കൂടി അതില്ലാണ്ടായി പോവത്തേ ഉള്ളൂ എന്നുള്ള കാര്യവും പറയുക. അപ്പോൾ അതൊക്കെ അലീന പറയുമ്പം അതെല്ലാം ഈ കുട്ടി പറഞ്ഞ ഒരു സത്യമായ കാര്യമാണെന്ന കാര്യം വക്കീൽ പറഞ്ഞു. അപ്പം നമ്മൾ ചെവി അറിയാതെ അവർ പോലും അറിയാതെ ആ കുട്ടിയെ കൊണ്ട് കോടതിയിൽ മൊഴി മാറ്റി പറയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുമാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ലക്ഷ്യം എന്നും പറഞ്ഞിങ്ങനെ
പറയുവാണ്. ഇപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു വഴിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നും ആ വക്കീലും പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനെന്നും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലനാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക സാറെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് പോട്ടെ, നമുക്ക് തൽക്കാലം എല്ലാ കാര്യങ്ങളും അലീനയ്ക്ക് വിട്ടുകൊടുക്കാം. ഇതിൽ താനോ അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കളോ ഞാനോ മറ്റാരും ഇടപെടേണ്ട. അലീനയല്ലേ കാര്യങ്ങൾ ഇത്രത്തോളം കൊണ്ടുവന്ന് എത്തിച്ച ആൾ. അപ്പോൾ അലീന തന്നെ മനസ്സ് വെച്ചാലേ ബാക്കി കാര്യങ്ങൾക്കെല്ലാം തീരുമാനമാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഈ കാര്യങ്ങൾക്കൊക്കെ ഏകദേശ ധാരണയൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഈ രോഹിത്തിൻ്റെ മേലിൽ കേസ് ആരോപിച്ചാൽ കേസ് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞ പോലീസുകാർക്ക് മേരെയുള്ളവർക്ക് ചെറിയൊരു ഹിൻറ്റ് നമ്മൾ കൊടുത്തേ പറ്റൂ എന്ന് വക്കീൽ നേരത്തേക്കും പറയാം. അപ്പോൾ വക്കീൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പം അത് തന്നെ ഞാനും പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ശരി അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ അലീന ഒരിക്കൽ കൂടി അവിടെ പോയിട്ട് വന്നതിന് ശേഷം മതിയെന്ന് അലീന ഇവരോട് പറയുവാണ്. അവരുടെ നീക്കം എന്താണെന്നും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇത് എന്താണെന്നും അറിഞ്ഞതിന് ശേഷം മാത്രം പോലീസിലേക്ക് ഇത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ശരി അങ്ങനെ തന്നെ ചെയ്യാം. അലീന പറഞ്ഞത് പറഞ്ഞ പോലെ തന്നെ ഇരിക്കട്ടെ, ഇനി വേറൊരു രീതിയിലും വേണ്ട. ഓക്കെ, അതും കഴിഞ്ഞിട്ട് വക്കീലങ്ങ് പോയി. പിന്നെ അലീനയാണെന്നുണ്ടെങ്കിൽ ബാലനുമായിട്ട് സംസാരിച്ചു. പിന്നെ നേരെ ശരണ്യയുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ശരണ്യയുടെ വീട്ടിലേക്ക് അലീന ചെന്നപ്പോഴേക്കും ഇന്നലെ വരെ കണ്ടവരല്ല അലീനയുടെ മുന്നിൽ നിന്നത്. ചെന്ന് കയറി സ്പോട്ടിൽ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. ശരണ്യ ഇത് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ശരണ്യ ഇനി പറഞ്ഞതെല്ലാം കേട്ട് അച്ഛനും അമ്മയും വേറുള്ളവരോടും പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും വന്ന് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അലീനയെ അടുപ്പിക്കരുത് എന്ന് വന്നവർ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം അലീനയ്ക്ക് വ്യക്തമായി മനസ്സിലായി. കാരണം അതേ രീതിയിലാണ് അലീനയുടെ അച്ഛനും ആങ്ങളമാരും അമ്മയും ഒക്കെ പെരുമാറുന്നത്. അപ്പോൾ ഈ അലീന ചെന്നപ്പോഴത്തേക്കും നീ എന്തിനാ കൊച്ചെ ഏത് നേരം ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിച്ചു. അത് ഞാൻ ശരണ്യയെ കാണാൻ. നീ ശരണ്യ ഇനി കാണണ്ട, ശരണ്യയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുക. അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു അലീനയെ. ശരണ്യ ഇപ്പോൾ ഓക്കെയാണ്, ഇനിയിപ്പം നിന്നെ കാണണ്ടെന്ന് അവൾ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ അവൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു അലീന. അവൾ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിയാമെന്ന് അലീന ഇങ്ങനെ പറയാം. ഒന്നുകൊണ്ടുമല്ല, നീ ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല എന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ പറയുമ്പം ഞാൻ ഒരിക്കലും കുറ്റം ചെയ്തവരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ രക്ഷിക്കാനായിട്ട് വന്നതല്ല. ഞാൻ വളർന്നത് ഒരു അനാഥാലയത്തിലാണെന്നും അങ്ങനെ തൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ അലീന വീണ്ടും പറയുക. അപ്പോൾ ശരണ്യയും ഞാൻ എൻ്റെ കുഞ്ഞനിയത്തിയെ പോലെ, എനിക്കൊരു അനിയത്തിയുണ്ട് രേവതിക്കുട്ടി, ഞാൻ അവളെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് അവളെ കാണാനും അവളോട് സംസാരിക്കാനുമായിട്ടാണ് ഞാൻ വരുന്നതെന്നുള്ള കാര്യവും അലീന ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അലീന കുറേ തത്രപ്പാട് പെട്ടിട്ടാണ് ശരണ്യെ കാണാനായിട്ട് അതിനകത്തൊന്ന് കയറി വരുന്നത്. ഇവരാണ് കയറാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അലീനയ്ക്കാണെങ്കിൽ ശരണ്യെ കാണാനൊരു അവസരത്തിന് വേണ്ടി അലീന ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഒരു തരത്തിൽ അലീന പറഞ്ഞ് അകത്തേക്ക് കയറി. അപ്പോൾ ഞാൻ അവസാനമായിട്ട് അവളെ ഒന്നുകൂടി ഒന്ന് കണ്ടോട്ടെ, ഞാൻ ഇനി ഒരിക്കലും അവളെ ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളെ ശല്യപ്പെടുത്താനോ വരില്ല. പിന്നെ ഞാൻ അവളെ കൊണ്ട് മൊഴി മാറ്റിക്കുമെന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവൾ അനുഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാം, എനിക്കത് മനസ്സിലാകും. അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും അവളോട് ആ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്നും അലീന പറഞ്ഞു. അതും പറഞ്ഞ് അലീന ശരണ്യെ കാണാനായിട്ട് അകത്തേക്ക് ചെല്ലപ്പോഴത്തേക്കും അമ്മയെ പറഞ്ഞുവിടും അച്ഛൻ ശരണ്യയുടെ മുറിയിലേക്ക് ചെല്ലാൻ അലീനയുടെ കൂടെ. അങ്ങനെ ചെല്ലുന്ന അലീനയെ കണ്ടപ്പോഴത്തേക്കും ശരണ്യ ഒന്ന് പതറി. അത് കണ്ടപ്പോഴും അലീനയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ മോളെന്നും പറഞ്ഞ് വിളിച്ചു. ഇപ്പോൾ ശരണ്യാണെന്നുണ്ടെങ്കിൽ ശരണ്യയ്ക്ക് അലീനയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവരെല്ലാം പേടിച്ചിട്ട് അതിന് പ്രതികരിക്കാനും പേടിയാണ്, അല്ലെങ്കിൽ അലീനയോട് മിണ്ടാൻ വരെ പേടിയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അലീന കയറി ചെല്ലുന്നത്. അപ്പോൾ അലീനയെ കണ്ടപ്പോഴത്തേക്ക് ഇത് ആകെ വല്ലാണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ശരണ്യെ മോളെ നീ എന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നതെന്ന് ചോദിച്ചു. അല്ല അലീന ചേച്ചി, ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് നിൽക്കും. അപ്പോഴത്തേക്ക് അലീന ഇങ്ങനെ ശരണ്യയുടെ കയ്യിൽ പിടിച്ച് നിർത്തി അതിനോട് ഇങ്ങനെ സംസാരിക്കുക, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴും രോഹിത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ രോഹിത്തിനെ രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ചോ മൊഴി മാറ്റുന്നതിനെ കുറിച്ചോ ഒന്നും അലീന സംസാരിച്ചില്ല. ഒരക്ഷരം പോലും അലീന പറഞ്ഞില്ല. അങ്ങനെ അതിൻ്റെ വിശ്വാസങ്ങളും അല്ലെങ്കിൽ ഇതെല്ലാം അവരുടെ വിശ്വാസങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് അലീന ആ കൊച്ചിൻ്റെ മുന്നിൽ നിന്ന് അതിന് ഇനി മുന്നോട്ട് ജീവിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള ക്ലാസ്സും കാര്യങ്ങളെല്ലാം എടുത്തു കൊടുക്കുവാണ്. അങ്ങനെ എല്ലാം പറഞ്ഞ് അലീന അവിടുന്ന് പോരുന്നു. അപ്പോൾ അലീന അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്നപ്പോൾ അച്ഛനും അമ്മയൊക്കെ അന്തം വിട്ട് പോവുക. അലീന ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ, അലീന ഇതൊന്നും ചോദിച്ചതും ഇല്ലല്ലോ, എന്താ സംഭവം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ശരണ്യയ്ക്കും ഭയങ്കര കുറ്റബോധം. അപ്പോൾ ആ കുറ്റബോധം ശരണ്യയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അലീന ലക്ഷ്യം വെച്ചത്. താൻ തെറ്റ് ചെയ്തതാണ് എന്ന് ആ കൊച്ചിനെ കൂടെ തന്നെ അതിൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ പറയിപ്പിക്കുക അല്ലെങ്കിൽ ആ കോടതിയിൽ അതിൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തത് പറയാൻ ആ ഒരു ഇത് നമ്മുടെ അലീന അവിടെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അത് ഇവർക്ക് ആർക്കും മനസ്സിലായില്ല. പക്ഷെ അലീന ആ പറഞ്ഞ ഓരോ വാക്കുകളും ശരണ്യയുടെ ഹൃദയത്തിൽ കൊണ്ടു. ശരണ്യയ്ക്ക് അത് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തികട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം അലീന നേരെ വീട്ടിലേക്ക് ചെന്നു. പിന്നെ ഇത് ചെറുതായിട്ട് അന്ന് അലീനയെ രക്ഷിക്കാൻ വന്ന പോലീസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ചെറിയ ഹിൻ്റായിട്ട് ന്യൂസായിട്ടൊക്കെ അങ്ങ് ചെല്ലുന്നു. പിന്നെ
മൊത്തത്തിൽ നാട് ഇളകാനൊക്കെയുള്ള ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ ചെറിയ നീക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എന്തായാലും അധികം താമസിക്കാതെ രോഹിത്തിനെ നമ്മുടെ അലീന പുറത്ത് കൊണ്ടുവരും. ശരണ്യ പോലും അറിയാതെ ശരണ്യയെ കൊണ്ട് രോഹിത്ത് തെറ്റുകാരനല്ല എന്ന് അലീന പറയിപ്പിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുവാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ചെയ്യുകയാണ്. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.